പറയുന്നുള്ളൂ. പിന്നെപ്പോ വലിയൊരാവശ്യം എന്താ വലിയൊരാവശ്യം? വാദപ്രതിവാദത്തിനുണ്ടോന്നാണ്. ഈ വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ, സംവാദം എന്ന് പറഞ്ഞാല് മുജാഹിദുകൾക്കൊരു പുത്തരിയൊന്നല്ല. വാദപ്രതിവാദവും സംവാദവും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു പുത്തരിയൊന്നല്ല. അത് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ല. പേരോടത്രമാ സഖാഫിയുമായിട്ട് തന്നെ മുജാഹിദുകൾ ഇക്കൊല്ലം 2 നടത്തിയില്ലേ? ചേടമുട്ടത്ത് നടത്തി, കൊസന്തരിയിൽ നടത്തി. നിങ്ങൾ എന്തേ എന്റെ മുമ്പിൽ വരാത്തൊരു മുമ്പിൽ ചോദിക്കുന്നില്ലേ? ഒരിക്കൽ നിങ്ങൾ നോക്കൂ, മുജാഹിദ് പണ്ഡിതന്റെ മുമ്പിൽ ഇയാൾ നിന്ന് സമ്മന രംഗം നോക്കി ഒന്ന് കാണിച്ചു തരാം. എന്താ അവിടെ പറയുന്നതറിയോ? ഇവിടുന്ന് ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോഴും ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കാഫിറാക്കിയില്ലേ, ഞങ്ങളെ കടുത്ത മുശ്രിക്കെന്നല്ലേ നിങ്ങളുടെ വാദം മുജാഹിദ് മൗലവിമാരെ? പിന്നെ എന്താണ് നിങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്, ഞങ്ങളടുത്തത് തിന്നുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചത് ഇങ്ങനെ ഇളക്കി വിടുക. അവസാനം എന്നാ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ മുജാഹിദിനെ കടുത്ത മുശ്രിക്ക് എന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങൾ എഴുതിയിട്ടില്ലേ? നിങ്ങൾ മുജാഹിദിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എഴുതിയത് മുജാഹിദ് ഒറിജിനൽ മുശ്രിക്കാണെന്നാണ്. വെറുതെയാണോ ഞാൻ പറയുന്നത്? ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എങ്ങനത്തെ മുശ്രിക്ക് ഞങ്ങൾ മുജാഹിദിനെ കുറിച്ച് എഴുതിയത്? ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിന്റേതും മനുഷ്യന്റേതുമെന്ന് 2 വിഭജിച്ച് അള്ളാഹുവിന്റെ ഗുണമാകുന്ന ഖുദ്റത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്. ആരെപ്പറ്റി? ആ മുജാഹിദിനെ കുറിച്ചാ. ഒറിജിനൽ മുശ്രിക്ക് എന്നല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? കടുത്ത കാഫിർ എന്നല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ മക്കളെ കല്യാണം കഴിക്കുന്നില്ലേ, ഞങ്ങൾ അടുത്തത് കഴിക്കുന്നില്ലേ? തിരിച്ചു നിങ്ങളോട് ചോദിച്ചുകൂടെ? ഇനി മാത്രമല്ല, KV മുഹമ്മദ് മുസ്ലിയാരെ നിങ്ങൾ കാഫിറാണെന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ അപ്പുറത്തെ സദസ്സയിലെ നേതാവായിരുന്നപ്പോൾ മരിച്ചുപോയി അദ്ദേഹം KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ലേ? സംവാദത്തിൽ വെച്ച്, വസങ്കടിയിൽ വെച്ച് ഹനീഫ് മൗലവി അതങ്ങ് ചോദിച്ചു മൂപ്പരോട്, KV കുഫിരിയത്തിലേക്ക് എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ പേരോട് എന്താ പറയുന്നതറിയോ? കുഫിരിയത്തിലേക്ക് എന്നാ കാഫിറായി നടത്തണ്ടോ മൗലവി? മൂപ്പര് ഉദാഹരണം പറയുന്നു. ഒരാൾ ഇങ്ങനെ പോവുകയാണ്, എയർപോർട്ടിൽ നിന്ന് കണ്ടു, എവിടേക്കാന്ന് ചോദിച്ചു. ഞാൻ സൗദിയിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ സൗദിയിൽ എത്തിയോ? സൗദിയിൽ എത്തിയിട്ടില്ലല്ലോ. എയർപോർട്ടിൽ നിന്ന് സൗദിയിലേക്കാണെന്ന് പറഞ്ഞാൽ സൗദിയിൽ എത്തിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വഴിയിൽ നിന്ന് എയർപോർട്ടിലേക്കാന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയിട്ടില്ലല്ലോ. മൂപ്പരിങ്ങനെ ആവേശമുള്ള ഉടനപ്പുറത്തുനിന്ന് ഹനീഫ് മൗലവി ഒറ്റ ചോദ്യം, എന്നാ നിങ്ങളപ്പോ എയർപോർട്ടിലാണ് എത്തിച്ചു തരാന്ന് പറഞ്ഞു. സൗദിയിലേക്കും എയർപോർട്ടിലേക്കും തന്നെ എത്തിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാഫിറാണ് മുർത്തദ്ദാണ് എന്ന് എഴുതിയ സിറാജ് അങ്ങോട്ട് വായിച്ചപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചമ്മുന്ന രംഗം കണ്ടോളൂ. ദയനീയ രംഗം. അറന്നൂർ വൈദ്യുതി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് ആയിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിക്കാന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ മതി. എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഈക്കെ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാണ് എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയുന്നത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി പത്രവും ഉറപ്പടിവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി പത്രവും ഉറപ്പടിവിച്ചു. കേൾവിയുള്ളത് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിൽ പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മുമ്പ് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായമുണ്ടോ? അത് ചോദ്യം ചെയ്യേണ്ട സന്ദർഭത്തിൽ ചോദിച്ചാൽ അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബിയിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. മുന്നിൽ വരാൻ ധൈര്യമുണ്ടോന്ന് ചോദിച്ചിട്ട് മുന്നിൽ വന്നപ്പോൾ പോലെ അത് അല്ലേ? നിങ്ങൾ വാദപരിവാരത്തിന്റെ ഉമ്മാക്കി കയറ്റി പഠിപ്പിക്കുക. ഏത് സ്ഥലത്തും ഖണ്ഡന ഒരു 4 ജാഥ നടക്കുമ്പോ ജനങ്ങൾ വാദപരിവാരത്തിന്റെ മായികല്ല, ഇത് ജനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നാകുമ്പോ ഈ ഗണ്ണനത്തിന്റെ പരിപാടി ഒന്ന് നിർത്തിക്കിട്ടാൻ വേണ്ടി കിടക്കുന്ന ഒരു ഓലപ്പാമ്പിന്റെ വാദപരിവാരം. നിങ്ങൾ വാദപരിവാരത്തിന്റെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ടതില്ല. വാദപരിവാരാണെങ്കിൽ വാദപരിവാരം മുജാഹിദ് പണ്ഡിതന്മാർ നടത്തും. പക്ഷേ അതുകൊണ്ട് ഈ ഗണ്ണനം അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കരുത്. അത് വേറെ